പച്ച പപ്പായ കൊണ്ടൊരു സാലഡ് ഉണ്ടാക്കാം. ഇതിനൊരു പ്രത്യേകതയുണ്ട്. സാലഡ് ഉണ്ടാക്കി താളിച്ച് 1 മണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം മാത്രം കഴിക്കാം. നല്ല രുചിയാണ്. ഡയറ്റ് ചെയ്യുന്നവർക്ക് കഴിക്കാൻ ഉത്തമം. ഈ സാലഡ് മാത്രം കഴിച്ചാൽ മതി, വയറ് നിറയും. പുറമെ ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. ഔഷധ ഗുണങ്ങളുള്ള പപ്പായ കഴിച്ചാൽ ദഹനം മെച്ചപ്പെടും, അമിതഭാരം നിയന്ത്രിക്കാം. പച്ച പപ്പായയിൽ വൈറ്റമിൻ സി ഉയർന്ന തോതിലുണ്ട്. ഇങ്ങനെ പപ്പായയുടെ സ്കിന്ന് പീൽ ചെയ്ത ശേഷം ഉള്ളിലുള്ള സീഡ്സ് മാറ്റി കട്ട് ചെയ്യാം. ഈ വലിയ പീസസ് ഇനി ഗ്രേറ്റ് ചെയ്യാം. പഴുത്ത പപ്പായ കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എന്നാൽ കുറച്ച് പേർ മാത്രമേ പച്ച പപ്പായ കഴിക്കാറുള്ളൂ. വൈറ്റമിൻസ്, മിനറൽസ്, എൻസൈംസ് എല്ലാം കൊണ്ട് റിച്ചായ പച്ച പപ്പായ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഗ്രേറ്റ് ചെയ്ത പപ്പായ ഒരു നേരം കഴിക്കാനുള്ളത് മാത്രം പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് കൂടുതൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതിനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി എത്ര പപ്പായ എടുത്തോ അതിനാവശ്യമായ കുറച്ച് മാത്രം തേങ്ങ, തൈര് ചേർത്ത് നല്ല മഷി പോലെ അരയ്ക്കണം. എന്നിട്ട് ജീരകവും പച്ചമുളകും അവസാനം ഒന്ന് ക്രഷ് ചെയ്ത് ഈ പേസ്റ്റ് അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഗ്രേറ്റ് ചെയ്ത പപ്പായയിൽ പാകത്തിന് ഉപ്പ് കൂടെ ഈ തേങ്ങ, തൈര് കൂട്ടും ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി വെളിച്ചെണ്ണ ചൂടാക്കി കടുക്, കൊച്ചുള്ളി, മുളക്, കറിവേപ്പില ഇത്രയും മൂപ്പിച്ച് ചേർത്ത് പാത്രം അടച്ച് 1 മണിക്കൂറിന് ശേഷം കഴിക്കാം.